Step 3. Formula for discharge of trapezoidal notch. Step 3. Formula for discharge of trapezoidal notch. അപ്പോൾ അപ്സ്ട്രീം വെല്ലിൽ വാട്ടർ വരുന്നത് ട്രപ്പീസോയിഡൽ നോച്ച് വഴിയാണ്. കനാലിൽ നിന്നുള്ള വാട്ടർ അപ്സ്ട്രീം വെല്ലിൽ വരുന്നത് ട്രപ്പീസോയിഡൽ നോച്ച് വഴി ആണ്. നമുക്കറിയാം ഇത് അപ്സ്ട്രീം വെല്ലാണെങ്കിൽ അവിടുത്തെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ച് 19.79 മീറ്റർ വരെ വാട്ടർ ഉണ്ടാവും. നോച്ചിന്റെ സിൽ ലെവൽ എന്ന് പറയുന്നത് 20. അപ്പൊ നമുക്കറിയാം അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അപ്സ്ട്രീം വെല്ലിലെ വാട്ടർ ലെവൽ 19.79 മീറ്റർ വരെ കാണും. പക്ഷേ ഈ സിൽ ലെവൽ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അപ്പൊ എന്താണ്, നോച്ച് അപ്സ്ട്രീം വെല്ലിൽ സബ്മേഴ്സ്ഡ് അല്ല. സോ വി കൻ അസ്യൂം ദാറ്റ് ദ നോച്ച് ഈസ് ഡിസ്ചാർജിങ് ഫ്രീലി. അപ്പൊ നമുക്ക് എന്താ, ദി നോച്ച് ഈസ് assumed to discharge freely. How can we say that? We know that in the upstream well water will rise up to 19.79 meter. അപ്പോൾ ഈ ലെവൽ വരെ അപ്സ്ട്രീം വെല്ലിൽ വാട്ടർ റൈസ് ചെയ്യും. ഈ നോച്ചിന്റെ സിൽ ലെവൽ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അതുകൊണ്ട് അതെന്ന് പറയുന്നത് 19.79 മുകളിലായതുകൊണ്ട് നമുക്ക് പറയാം the notch is assumed to discharge freely. Here we are providing trapezoidal notch. Trapezoidal notch എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? Trapezoidal notch is a combination of rectangular notch and triangular notch. ഇത് 20, അതിന്റെ വിഡ്ത്ത് നമുക്ക് L ആയിട്ട് എടുക്കാം. സിൽ ലെവൽ 20, നോച്ചിന്റെ ഹൈറ്റ് h ഉം ബേസ് വിഡ്ത്ത് L ആയിട്ടും എടുക്കാം. Trapezoidal notch എന്ന് പറയുന്നത് it is a combination of triangular notch plus rectangular notch. Now discharge through trapezoidal notch. Discharge through trapezoidal notch is given by the formula Q is equal to 2.99 C into D raised to 3/2. D എന്ന് പറയുന്നത് വാട്ടർ ലെവൽ ആണ്. 2.99 C into D raised to 3/2 into L plus 0.4 N D. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചാണ് ട്രപ്പീസോയിഡൽ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്. ഹിയർ C is the coefficient of discharge taken as 0.7. D എന്ന് പറയുന്നത് depth of flow over sill. D is the depth of flow over sill. Sill of notch. നോച്ചിന്റെ സില്ലിന് മുകളിലുള്ള depth of flow in meters. അതാണ് D. L എന്ന് പറയുന്നത് width of notch. നോച്ചിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ സില്ലിന്റെ വിഡ്ത്ത് എന്ന് പറയുമെങ്കിലും പറയാം. In meter. Now N is given by 2 tan alpha, where alpha is the angle made by the side of notch with vertical. ഈ ആംഗിൾ ആണ് ആൽഫ. N is equal to 2 tan alpha. Alpha is the angle made by the side of the notch with the vertical. അപ്പോൾ നമുക്ക് ഇനി നോച്ച് ഡയമെൻഷൻ കണ്ടുപിടിക്കണം. So now we have to find out the notch dimension.
നമ്മൾ ട്രപ്പിസോയിഡൽ നോച്ച് പ്രൊവൈഡ് ചെയ്യുന്നു. ട്രപ്പിസോയിഡൽ നോച്ച് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് എ ട്രയാങ്കുലർ ആൻഡ് റെക്ടാങ്കുലർ നോച്ച്. ഇവിടെ നമ്മൾ നോച്ച് ഇസ് അസ്യൂം ടു ഡിസ്ചാർജ് ഫ്രീലി, അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് നോച്ച് ഡയമെൻഷനിലോട്ട് പോവാം. മൂവിംഗ് ഓൺ ടു ദ നോച്ച് ഡയമെൻഷൻസ്. Moving on to notch dimension. First is for full discharge condition. Full discharge condition le discharge എന്ന് പറയുന്ന 0.3 qmex ആയിരിക്കും. അതുപോലെ ഡെപ്ത് എന്ന് പറയുന്നത് 0.6 മീറ്റർ. അപ്പോൾ നമുക്ക് Q എങ്ങനെ എഴുതാം? Q is equal to 2.99 C into D raised to 3/2 into L plus 0.4 N D. Substitute ചെയ്യാം. That is 0.3 is equal to 2.99 into 0.7 into 0.6 raised to 3/2 into L plus 0.4 into N into 0.6. ഇത് simplify ചെയ്യുമ്പോൾ we will get L plus 0.24N is equal to 0.308. അതിനെ equation 1 എന്ന് വിളിക്കാം. ഇത് full discharge condition. ഇനി for half supply condition, B for half supply condition. Half supply condition എന്ന് പറഞ്ഞാൽ discharge നേരെ പകുതിയാവും. Therefore, അവിടെ Q എന്ന് പറയുന്നത് 0.15 meter cube per second. 0.15 meter cube per second. Half supply condition എന്ന് പറയുമ്പോൾ ഡെപ്ത് നമ്മൾ 3/4 ആയിട്ട് എടുക്കണം. So, depth D is equal to 3/4 into 0.6. Full depth ന്റെ 3/4 ആയിരിക്കും half supply conditionലെ depth. So, 3/4 into 0.6, that is 0.45 meter. അപ്പോൾ നമുക്ക് Q ന്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q is equal to 2.99 C D raised to 3/2 into L plus 0.4 ND, that is 0.15 is equal to 2.99 into 0.7 into 0.6 raised to 3/2 into L plus 0.4 into N into 0.6 അല്ല, സോറി 0.45. depth is 0.45. So when you simplify this, you will get L plus 0.1810 is equal to 0.2374. That is equation 2. നമ്മൾ ചെയ്തത് എന്താ? ഫുൾ സപ്ലൈ കണ്ടീഷനിലും ഹാഫ് സപ്ലൈ കണ്ടീഷനിലും ഉള്ള ഡെപ്ത് വാല്യൂ നമ്മൾ ഡെപ്തും ഡിസ്ചാർജും ഡിസ്ചാർജ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലും എന്നും വരുന്ന റിലേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എല്ലും എന്നും തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിച്ചു. സോ ഹിയർ യു ഹാവ് ടു സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് വിത്ത് അൺനോൺസ് L ആൻഡ് N. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. Now let us solve equations 1 and 2. Solving 1 and 2, we will get N equal to 1.18 and L equal to 0.025 meter. അപ്പോൾ മിനിമം ലെങ്ത് 3 സെന്റിമീറ്റർ കൊടുക്കണം. ഇതെന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ. അപ്പം നമ്മൾ അത് 3 സെന്റിമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് മിനിമം. 3 സെന്റിമീറ്റർ പ്രൊവൈഡ് ചെയ്യണം. Now N equal to 2 tan alpha, അതായത് 1.18 is equal to 2 tan alpha, which implies alpha is equal to 30 degree 32 minutes. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 30 degree 32 minutes. അപ്പോൾ ഇത് ആൽഫ,
ഇത് 0.6, ഇത് x ആണെങ്കിൽ x എത്രയായിരിക്കും? x will be equal to 0.6 into tan alpha. അപ്പോൾ x എന്ന് പറയുന്ന വാല്യൂ 0.6 into tan alpha, that is 0.354 meter. 0.354 meter. അപ്പോൾ ഡയമെൻഷൻ എങ്ങനെ വരും? Point 3 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെയും 3 സെന്റിമീറ്റർ. അപ്പോൾ ഇത് ഫുൾ ആയിട്ട് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 74 സെന്റിമീറ്റർ. ഇതാണ് സിൽ ലെവൽ. ദിസ് ഈസ് സിൽ ലെവൽ 20.00. സിൽ ലെവൽ 20.00. അപ്പം നമുക്ക് എഴുതാം bottom width of notch at sill level plus 20.00 is equal to 3 centimeter. Then top width of notch at full supply level. Full supply level le top width of notch എന്ന് പറയുന്നത് 0.03 plus 0.354 into 2, that is equal to 0.738. I round ചെയ്ത് 0.74 meter. അതാണ് ഇവിടെ 74 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 3 എന്താ ചെയ്തത്? നോച്ചിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിരുന്നു. ട്രപ്പിസോയിഡൽ നോച്ച് ആണ്. അത് ഫ്രീലി ഡിസ്ചാർജിങ് ആയിട്ട് നമ്മൾ എടുത്തു. കാരണം അതിന്റെ സിൽ ലെവൽ എന്ന് പറയുന്നത് അപ്സ്ട്രീം വെല്ലിന്റെ വാട്ടർ ലെവലിന് നേരെ നിൽക്കുന്നുണ്ട്. നോച്ച് ഇസ് അസ്യൂം ടു ഡിസ്ചാർജ് ഫ്രീലി. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഡിസ്ചാർജ് ഇക്വേഷൻ Q is equal to 2.99 C into D raised to 3/2 into L plus 0.4 ND എന്ന് എടുത്തു. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഫുൾ സപ്ലൈ കണ്ടീഷനും ഹാഫ് സപ്ലൈ കണ്ടീഷനും നമ്മൾ ഡെപ്തും ഡിസ്ചാർജും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡിസ്ചാർജ് ഫുൾ സപ്ലൈക്ക് 0.3 ക്യൂമെക്സ് ആണെങ്കിൽ ഹാഫ് സപ്ലൈ കണ്ടീഷനിൽ അതിന്റെ പകുതി ആയിരിക്കും 0.15 ക്യൂമെക്സ്. ഡെപ്ത് ഫുൾ സപ്ലൈ ഡെപ്ത് എന്ന് പറയുന്നത് 0.6 മീറ്റർ. ഹാഫ് സപ്ലൈ ഡെപ്ത് എന്ന് പറയുന്നത് ഫുൾ സപ്ലൈ ഡെപ്തിന്റെ 3/4 ആയിരിക്കും. സോ 0.45. അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഫുൾ സപ്ലൈ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഫുൾ ഡിസ്ചാർജ് കണ്ടീഷനും ഹാഫ് സപ്ലൈ കണ്ടീഷനും Q വാല്യൂ ഡി വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിസ്ചാർജ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലും എന്നിലും രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂം എല്ലിന്റെ വാല്യൂം കിട്ടും. എൽ എന്ന് പറയുന്നത് ബോട്ടം വിഡ്ത്താണ്. മിനിമം 3 സെന്റിമീറ്റർ എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. കിട്ടിയത് 2.5 സെന്റിമീറ്റർ. സോ വിൽ പ്രൊവൈഡ് ദ മിനിമം 3 സെന്റിമീറ്റർ. ഇനി n എന്ന് പറയുന്നത് 2 tan alpha ആണ്. അപ്പോൾ എന്നിന്റെ വാല്യൂ 1.18 എന്ന് കിട്ടി. 2 tan alpha ആണ് 1.18. അത് സോൾവ് ചെയ്യുമ്പോൾ ആൽഫ വാല്യൂ 30 ഡിഗ്രി 32 മിനിറ്റ്സ് എന്ന് കിട്ടും. ആൽഫ വാല്യൂ 30 ഡിഗ്രി 32 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് ട്രപ്പീസോയിഡൽ നോച്ചിന്റെ ടോപ്പിൽ വരുന്ന എക്സ്ട്രാ രണ്ട് വിഡ്ത്ത് കണ്ടുപിടിക്കണം. അതായത് x ആണെങ്കിൽ x എങ്ങനെ കണ്ടുപിടിക്കാം? x will be 0.6 into tan alpha. അപ്പോൾ ആ x ഡിസ്റ്റൻസ് 3 സെന്റിമീറ്ററിന്റെ രണ്ട് സൈഡിലായിട്ട് ടോപ്പിൽ വരും. അപ്പോൾ ബോട്ടം വിഡ്ത്ത് 3 സെന്റിമീറ്റർ, മുകളിൽ വരുന്നത് x 0.354. സോ ടോട്ടൽ ടോപ്പ് വിഡ്ത്ത് will be 0.03, that is 3 centimeter plus 0.354 into 2, 0.738 meter എന്ന് കിട്ടും. അതിനെ റൗണ്ട് ചെയ്ത് 0.74 meter or 74 centimeter ആയിരിക്കും ടോപ്പ് വിഡ്ത്ത്. ബോട്ടം വിഡ്ത്ത് 3 centimeter, ടോപ്പ് വിഡ്ത്ത് 74 centimeter. Next step, that is step 4, design of well. Step 4, design of well. ഇപ്പോൾ രണ്ട് വെല്ലുണ്ട്, അപ്സ്ട്രീം വെല്ലും ഡൗൺ സ്ട്രീം വെല്ലും. നമുക്ക് ആദ്യം അപ്സ്ട്രീം വെല്ല് നോക്കാം. ഡിസൈൻ ഓഫ് വെൽ. അപ്സ്ട്രീം വെൽ ഓർ ഇൻലെറ്റ് വെൽ. അപ്സ്ട്രീം വെൽ ഓർ ഇൻലെറ്റ് വെൽ.
upstream well or inlet well ഇതിന്റെ വിഡ്ത്ത് 1.25 മീറ്റർ. ഇവിടെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 19.79 മീറ്റർ ആയിരിക്കും. ഇത് 18.6 മീറ്റർ, ഇവിടെ 21.6 മീറ്റർ. Here we will be providing wall thickness 45 centimeter. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഹൈറ്റ് 0.4 മീറ്റർ ആണ്. So height of wall, ഇവിടെ height of wall, വെല്ലിന്റെ വാളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 21.6 പ്ലസ് 0.4. ഇവിടെ വരെ 21.6, അതിന് മേലോട്ട് നമ്മൾ ഒരു 0.4 പ്രൊവൈഡ് ചെയ്യും, മൈനസ് ഇവിടത്തെ 18.6, മൈനസ് ഈ ലെവലാണ് 18.6. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് വാൾ, രണ്ട് വാൾസിനും ഒരേ ഹൈറ്റ് ആണ്. 21.6 plus 0.4 minus 18.6, that is 3.4 meter. Now we are providing wall thickness of 45 centimeter. ഇത് ഫൗണ്ടേഷൻ ആണ്. ഇവിടെ provide 45 centimeter wall thickness. Wall thickness 45 centimeter provide here. Therefore uplift pressure head. Uplift pressure head will be upstream FSL minus level of water in inlet well. Level of water in inlet well. അതാണ് അപ്സ്ട്രീമിലെ അതാണ് അപ്ലിഫ്റ്റ് പ്രഷർ ഹെഡ്. ദാറ്റ് ഈസ് അപ്സ്ട്രീം FSL 20.6 മൈനസ് 19.79, 0.81 മീറ്റർ. ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു 60 സെന്റിമീറ്റർ തിക്നെസ്. പ്രൊവൈഡ് 60 സെന്റിമീറ്റർ thick ഫൗണ്ടേഷൻ. നമ്മൾ അപ്സ്ട്രീം വെല്ലിന് രണ്ട് വോളും ഒരേ ഹൈറ്റ് ആണ്. ഇവിടെ നമ്മൾ ഹൈറ്റ് ഓഫ് ഈ ഇവിടുത്തെ വാട്ടർ ലെവൽ, അതായത് വരുന്ന കെനാലിൽ നിന്ന് വരുന്ന വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 21.6 മീറ്ററിലായിരിക്കും. അപ്പൊ അതിന്റെ മുകളിലോട്ട് ഒരു വോൾ ഹൈറ്റ് 0.4 മീറ്റർ കൂടെ കൊടുക്കും. ഈ സിൽ ലെവൽ എന്ന് പറയുന്നത് 18.6 മീറ്ററിലാണ്. അങ്ങനെയെങ്കിൽ ഹൈറ്റ് ഓഫ് വോൾ നമുക്ക് കണ്ടുപിടിക്കാം. 21.6, ഇവിടെ 21.6 പ്ലസ് 0.4 മൈനസ് 18.6, 3.4 മീറ്റർ എന്ന് കിട്ടും. ഇതിന്റെ വിഡ്ത്ത് 1.25 മീറ്റർ എന്ന് അറിയാം. പിന്നെ വാൾ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത് 45 സെന്റിമീറ്റർ. അപ്ലിഫ്റ്റ് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് അപ്സ്ട്രീം FSL മൈനസ് ലെവൽ ഓഫ് വാട്ടർ ഇൻ ഇൻലെറ്റ് വെൽ 20.6 മൈനസ് 19.79, 0.81 മീറ്റർ. ഫൗണ്ടേഷൻ കൊടുക്കും ഓഫ് തിക്നെസ് 60 സെന്റിമീറ്റർ. ഫൗണ്ടേഷൻ കൊടുക്കും ഓഫ് തിക്നെസ് 60 centimeter. So this is about upstream well or inlet well. രണ്ട് വെല്ലുണ്ട്, അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും ഉണ്ട്. അപ്സ്ട്രീം വെല്ല് കണ്ടു. Now we are going to design downstream well. Downstream well or outlet well. Downstream well or outlet well. ഔട്ട്ലെറ്റ് വെല്ലിന് രണ്ട് വാളിനും രണ്ട് ഹൈറ്റ് ആയിരിക്കും. ഫൗണ്ടേഷൻ
ഇത് 19 ലെവലും ഇതിന്റെ ടോപ്പ് ലെവല് 20 ആയിരിക്കും. ഇത് ഡൗൺ സ്ട്രീം സൈഡ്, ഇതാണ് എർത്ത് സൈഡ്. ഇവിടെ നമ്മൾ രണ്ട് വോളും രണ്ട് ഹൈറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ വിഡ്ത്ത് 1.25 മീറ്റർ, തിക്നെസ് അഗൈൻ നമ്മൾ ഇവിടെ 45 സെന്റിമീറ്റർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷനും 60 സെന്റിമീറ്റർ പ്രൊവൈഡ് ചെയ്യും. So provide 45 centimeter thick wall and 60 centimeter thick foundation. Wall thickness 45 centimeter, foundation 60 centimeter thickness ലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഹൈറ്റ് ഓഫ് വാൾ കണ്ടുപിടിക്കാം. ഹൈറ്റ് ഓഫ് വാൾ, അപ്പോൾ ഈ ലെവൽ എന്ന് പറയുന്നത് 17.6 മീറ്റർ. 17.6 മീറ്റർ ആണ് ഇവിടുത്തെ ലെവൽ. അങ്ങനെയെങ്കിൽ ഓൺ എർത്ത് സൈഡ് ഹൈറ്റ് ഓഫ് വാൾ എന്ന് പറയുന്നത് 20 മൈനസ് 17.6, ദാറ്റ് ഈസ് 2.4 മീറ്റർ. അതുപോലെ ഡൗൺ സ്ട്രീം സൈഡിലോ 19 minus 17.6, that is 1.4 meter. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അപ്സ്ട്രീം വെല്ലിലെ പോലെ ഡൗൺ സ്ട്രീം വെല്ലിലും വാൾ തിക്നെസ് 45 സെന്റിമീറ്ററും ഫൗണ്ടേഷൻ തിക്നെസ് 60 സെന്റിമീറ്ററും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഹൈറ്റ് ഓഫ് വാൾസിൽ ഡിഫറൻസ് ഉണ്ട്. എർത്ത് സൈഡിൽ വരുന്ന വാള് കുറച്ചും കൂടെ പൊക്കത്തായിരിക്കും, ഡൗൺ സ്ട്രീം സൈഡിൽ വരുന്ന വാളിന്റെ ഹൈറ്റ് കുറവായിരിക്കും. Now moving on to step 5. Next step is step 5, siphon barrel. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി എഴുതി പറയാനുള്ളൂ. അപ്സ്ട്രീം വെല്ലുണ്ട്, ഇവിടെ വരുന്നു ഡൗൺ സ്ട്രീം വെല്ല്, അപ്സ്ട്രീം വെല്ല്, ഡൗൺ സ്ട്രീം വെല്ല്. We are providing RCC Hume pipe. എത്ര എണ്ണമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 7 numbers. So 7 numbers of 2.4 meter length RCC Hume pipes are provided. Siphon barrel ആയിട്ട് നമ്മൾ 7 numbers of 2.4 meter length RCC Hume pipes are provided. ഇനി ഈ RCC Hume pipesനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് concrete bedding of 30 centimeter thickness is provided. A concrete bedding of 30 centimeter thickness is provided to protect siphon barrel from damages. To protect siphon barrel from damages. Siphon barrel ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 30 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു കോൺക്രീറ്റ് ബെഡിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സൈഫൺ ബാരൽ എന്ന് പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ബാക്കി നമ്മൾ
അവിടെ ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ചത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്ര എഴുതിയാൽ മതി. വി ആർ പ്രൊവൈഡിങ് 7 numbers of 2.4 meter length RCC Hume pipes. പിന്നെ ഈ സൈഫൺ ബാരലിനെ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 30 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു കോൺക്രീറ്റ് ബെഡിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യും. 30 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു കോൺക്രീറ്റ് ബെഡിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യും. Now last step, step 6. Now we are moving on to the last step. Step 6. That is protection works. Step 6, protection works. Protection works ആയിട്ട് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? We provide revetments and aprons as protection works for upstream and downstream well. We provide revetments and aprons as protection works for upstream and downstream wells. Upstream well-നും downstream well-നും നമ്മൾ revetments-ഉം aprons-ഉം provide ചെയ്യും. So on both the upstream and downstream for a length of 2 meter and thickness 30 centimeter. 2 meter ലെങ്തിനും 30 centimeter thicknessനുമാണ് നമ്മൾ ഏപ്രണും റിവെറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഏപ്രണും റിവെറ്റ്മെന്റും ഒരേ ലെങ്തിനും ഒരേ തിക്നെസ്സിനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏപ്രണും റിവെറ്റ്മെന്റും ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? സ്റ്റോൺ പിച്ചിങ്. സ്റ്റോൺ പിച്ചിങ് ആണ് ഏപ്രണായിട്ടും റിവെറ്റ്മെന്റ് ആയിട്ടും നമ്മൾ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടിന്റെയും ലെങ്ത് 2 meter and thickness 30 centimeter. Length 2 meter ഉം thickness 30 centimeter. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ there is difference in arrangement of stone pitching for apron and revetment. Apron ആയിട്ടും റിവെറ്റ്മെന്റ് ആയിട്ടും സ്റ്റോൺ പിച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരേ ലെങ്തിനും ഒരേ തിക്നെസ്സിനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലും ഇത് രണ്ടിന്റെയും സ്റ്റോൺ പിച്ചിങ്ങിലെ അറേഞ്ച്മെന്റിന് ഡിഫറൻസ് ഉണ്ട്. ഏപ്രണിന് കൊടുക്കുന്ന സ്റ്റോൺ പിച്ചിങ്ങിന്റെ അറേഞ്ച്മെന്റ് അല്ല റിവെറ്റ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പ്രൊട്ടക്ഷൻ വർക്ക് ആയിട്ട് നമ്മൾ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും റിവെറ്റ്മെന്റ്സും ഏപ്രൺസും പ്രൊവൈഡ് ചെയ്യും. സ്റ്റോൺ പിച്ചിങ് ആണ് ഏപ്രൺ ആയിട്ടും റിവെറ്റ്മെന്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ലെങ്ത് 2 meter, thickness 30 centimeter. Then the differences in the arrangement of stone pitching for apron and revetment. So this is the design of siphon well drop.